ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടം, അതിനെ ന്യൂക്ലിയർ ബോംബ് കൊണ്ട് തകർക്കാൻ കഴിയില്ല. വൈറ്റ് ഹൗസോ പെൻറ്റഗണോ ഒന്നും അല്ല. US പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നുണ്ടോ എങ്കിലും ഒരു ന്യൂക്ലിയർ ബോംബ് ആക്രമണം പോലുള്ള സാഹചര്യത്തിൽ അത് ഒട്ടും പര്യാപ്തമല്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അടുത്തിടെ അമേരിക്കയും അവരുടെ B-2 ബോംബർ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും സംഘർഷം കുറയുന്നതായി തോന്നുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. വിനാശകരമായ സാഹചര്യങ്ങൾക്കിടയിൽ സ്വയം എങ്ങനെ സുരക്ഷിതമായിരിക്കാമെന്ന് പലരും തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മൂന്നാം ലോക മഹായുദ്ധവും ഒരു ആണവാക്രമണവും ഉണ്ടായാൽ ഏത് സ്ഥലമാണ് സുരക്ഷിതമായിരിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിനേക്കാൾ സുരക്ഷിതമായ ഒരു വീട് ബ്രിട്ടനിലുണ്ട്. ആണവാക്രമണത്തിലും അത് സുരക്ഷിതമാണെന്ന് അവകാശപ്പെടുന്നു. ആ വീടിന്റെ പേരെന്താണ്? ആ വീടിന്റെ പേര് ഡോക്ടർ ഹൂസ് മാൻഷൻ എന്നാണ്. മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും ബ്രിട്ടനിൽ സുരക്ഷിതമായി തുടരുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ച് എല്ലാവരും ആശങ്കാകുലരായിരിക്കുമ്പോൾ ഒരു ആണവ കൂട്ടക്കൊലയുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി ഈ വീടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് ആരുടെ സ്വത്താണ്? 2016 BBC കണ്ടെത്തിയ രേഖകൾ വെളിപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് ഗ്രാമപ്രദേശങ്ങളുടെ നടുവിലുള്ള ഒരു മാളിക ഒരിക്കൽ ഡോക്ടർ ഹു ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഗുരുതരമായ ആക്രമണമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗമായി ഇത് ഉപയോഗിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വോർസെസ്റ്റർഷെയറിലെ വനങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് നോട്ടൺ ഹാൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് BBC വാങ്ങി. ബ്രിട്ടനെതിരായ ആക്രമണങ്ങളുടെ ഫലമായി ലണ്ടനിൽ നിന്നും മറ്റ് സെൻസിറ്റീവ് നഗരങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലത്തിൽ ഒരു ബാക്കപ്പ് പ്രക്ഷേപണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിനാണ് BBC ഈ സ്വത്ത് സ്വന്തമാക്കിയത്. 1960കളിൽ എസ്റ്റേറ്റ് ഒരു ആണവ ആക്രമണത്തെ ചെറുക്കാൻ കഴിവുള്ള ഒരു കാഠിന്യമേറിയ ഭാഗമാക്കി മാറിയിരുന്നു. ഇതിന് സംരക്ഷിത ഏരിയ വുഡ് നോട്ടൺ എന്ന് പേരിട്ടു. വുഡ് നോട്ടൺ സംരക്ഷിത പ്രദേശം എന്ന് പേരിട്ടു. അങ്ങനെ ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ യുദ്ധകാല പ്രക്ഷേപണ സേവനം തുടരുന്നതിനായി നിർമ്മിച്ച 11 സംരക്ഷിത സൗകര്യങ്ങളിൽ ഒന്നായി ഈ കെട്ടിടം മാറി. അതായത് നോട്ടൺ വനത്തിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഈ കോട്ട പോലുള്ള മാളികയ്ക്ക് മൂന്നാം ലോക മഹായുദ്ധം പോലുള്ള ഒരു സാഹചര്യത്തിൽ ആണവാക്രമണങ്ങളെ നേരിടാൻ കഴിയും. ഇവിടെ നിന്ന് BBCക്ക് അതിൻ്റെ വാർത്തകൾ തടസ്സമില്ലാതെ എളുപ്പത്തിൽ സംപ്രേഷണം ചെയ്യാൻ സാധിക്കും.